ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നമുക്ക് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നോട്ടീസ് പീരീഡിലാണ് ഗൈസ്. ഇന്നൊരു 13 ദിവസമായിട്ട് 13-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 13 days ആണ്, അല്ലെങ്കിൽ 1 മാസത്തിന് ലൈക്ക് അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എനിവേ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെച്ച് എനിക്ക് കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കും ഇത് പിന്നെ കാണുമ്പോൾ. നല്ല രസമില്ലേ? പിന്നെ അത് മാത്രമല്ല, ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുണ്ട്. നമ്മളെ അവിടുത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട്. അതൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഉള്ളപ്പോഴല്ലേ നമ്മൾ വീഡിയോ എടുക്കുക. അവിടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, വരിക, പോവുക, അതിലേക്ക് അങ്ങനെ മാത്രമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫണ്ണായി പറഞ്ഞാൽ തന്നെ ഞാൻ പെട്ടെന്ന് ക്യാമറ ഓണാക്കി വെക്കാൻ പറ്റില്ല. സോ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. ചിലർക്ക് പ്രൈവസിയിലേക്ക് അങ്ങനത്തെ മേറ്റേഴ്സ് കിട്ടാമല്ലോ. പക്ഷെ അവിടെ ഉള്ളവർ കുഴപ്പമില്ല. എൻ്റെ ഒരു ടൈപ്പിന് ഇങ്ങനെ പാവങ്ങളാണ് അവർ. എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറിയൊരു ബർത്ത്ഡേ പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. നടക്കായിരിക്കാം, നോക്കാം നമുക്ക്. എനിവേ, പിന്നെന്താ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് കാണാം. നമുക്ക് കേക്കൊക്കെ പോയി ബേക്ക് ചെയ്യണം. എന്തൊക്കെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാവും നോക്കാം. അത്രയുള്ളൂ. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതായിരുന്നു. ഒരു കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ കോഡ് വന്നിട്ട് നമ്മളൊരു ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നടക്കാനുണ്ട് നമ്മളെ തച്ചമ്പാറയ്ക്ക്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടന്ന് നമ്മൾ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം തന്നെ ലാസ്റ്റ് ടൈം കാണിച്ചു തോന്നണം കേട്ടോ. മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഏട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഓഫീസിലിരുന്നിട്ട് നമ്മൾ പുറത്ത് പോണ പോലെ നമ്മൾ ബന്ന് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൊളീഗും ചേച്ചിയായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴാണ് ചേച്ചീൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. വേറൊരാളുണ്ട് അതിനോട്. നിങ്ങൾ പറഞ്ഞാള് ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കത്തിയില്ല, കടിക്കുക. എന്താ പണ്ണല്ലേ ഇപ്പൊ? കടിക്കാൻ കൊടുക്കടാ. സെറ്റ് ഏട്ട കടിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നോ? കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? രസല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ പ്രാങ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒറിജിനൽ കേക്ക് തന്നെ കൊടന്നു കേട്ടോ. പണ്ടുണ്ടപ്പോഴേ ഇവര് ഇത്ര രുചികളാണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അജയ് ദാസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ഫസ്റ്റ് എന്താ തോന്നിയ? അങ്ങനെ കുറച്ചോ തോന്നിയില്ല. ഇല്ല, പൈസ അല്ലേ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ? പൈസ ഓക്കെ. ഇപ്പൊ എന്തായി? സെറ്റായി. ഓക്കെ, സന്തോഷായി. ഓക്കെടാ.
സംഭവം കുറച്ചൊക്കെ ആൾക്ക് പ്രാങ്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത്രേ വിചാരിച്ചുള്ളൂ. ഡെയിലി എന്താ സാധാ പോലെ കേക്ക് കൊണ്ടുവരണോ, കേക്ക് മുറിക്കണോ, അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ ആളും അങ്ങനെ തന്നെ എടുക്കുക. എല്ലാവരും ഞങ്ങളുടെ ഒരു ഓഫീസിൽ എല്ലാവരും ആ ഒരു വൈബായും കൊണ്ട് അത്ര സീനൊന്നുമില്ല, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാരമൗണ്ടിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ കുറേ ഡിസ്കഷൻ, നമുക്ക് ഇത് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് മന്തിക്ക് തന്നെ എത്തി. മന്തി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫസ്റ്റത്തെ ഇതൊക്കെ നമ്മളിങ്ങനെ മയോണൈസും സാലഡും ഈ മന്തിൻ്റെ പീസും പക്ഷേ അൽഫാമിൻ്റെ പീസും റൈസും ഒക്കെ എടുത്ത് കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ മോനെ അടിപൊളി. അപ്പോൾ അടിപൊളിയുള്ള ദിവസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ആദ്യമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ പ്രാങ്കൊക്കെ കൊടുക്കുന്നത്, അത് സക്സസ്ഫുൾ ആയപ്പോൾ എന്താ അറിയില്ല, മനസ്സിന് അത്രമാത്രം സന്തോഷമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചി ഹരിഷ്മ ബേബിയാണ് കേസ്. ഇത് നമ്മളെ ജിഷുവേട്ടൻ, ഇത് നമ്മളെ അജയേട്ടനാണ്. ഇവരൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവരൊക്കെ വിട്ടിട്ട് പോണേ ആലോചിക്കുമ്പോഴത്തേനും എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ, അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിട്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമാണ് ഈ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ പട്ടിഷോ ആണ്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കാണിക്കണമല്ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും കാണിക്കാണ്ട് ജസ്റ്റ് സെലിബ്രേഷൻ മാത്രമായിട്ട് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ മാമൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അവരുടെയൊക്കെ ഇതാണ് നമ്മളെ മാമനെ വരുന്നത്. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ഓളോട് കുറച്ച് നേരമൊക്കെ ഇട്ടുന്നു. അതിന് ശേഷം വീടിൻ്റെ ബാക്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. വന്നിരുന്ന് അല്ലെങ്കിൽ ഹാപ്പി. അതിൻ്റെ ഇടയിലാണ് ഇത്ര നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ ആ ഒരു ഡേന് അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു ഗോസ്റ്റിൻ്റെ മൂവിയൊക്കെ കണ്ടു. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഡേ വന്നിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.